ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായിരിക്കുന്നു. 3 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഷൈൻ ടോം ചാക്കോ അറസ്റ്റിലായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. അതായത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി എന്നുള്ളതായിരുന്നു വിൻസിയുടെ പരാതി. വിൻസി പേരെടുത്ത് പറയാതെയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. പക്ഷേ അത് പുറത്താവുകയായിരുന്നു. ഈ വിൻസി അലോഷ്യസ് പറഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോ എന്ന രീതിയിൽ അത് പുറത്തു വരികയായിരുന്നു. ഏതായാലും ഇന്ന് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 3 മണിക്കൂറിലേറെ നേരമാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തത്. ഏറെ അവശ നിലയിലായിരുന്നു ഷൈൻ ടോം ചാക്കോ. ദീർഘകാലമായുള്ള ലഹരി ഉപയോഗമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന ഒരു വകുപ്പാണിത്. ഷൈനെതിരെ NDPS, അതായത് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കും ആണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. കഞ്ചാവും മെത്താഫെറ്റമിനും ഉപയോഗിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം പണ്ട് മുതലേ രാസലഹരിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇയാൾ പിടിയിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ ഇൻ്റർവ്യൂകളൊക്കെ, യൂട്യൂബിലുള്ള ഇൻ്റർവ്യൂകളൊക്കെ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ഒരു നടനാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും ഷൈൻ ടോം ചാക്കോയുടെ പേര് വന്നിരുന്നു. ഏതായാലും ലഹരി മരുന്ന് എത്തിച്ചു നൽകുന്നത് സിനിമയിലെ അസിസ്റ്റന്റുമാരാണെന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പരിശോധന വന്നപ്പോൾ 3ാമത്തെ നിലയിൽ നിന്നൊക്കെ എടുത്തു ചാടി രക്ഷപ്പെടുന്ന ഷൈനിനെ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കണ്ടു. അത് ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിക്ക് അത്തരത്തിൽ ചാടി പോകാൻ കഴിയുമോ എന്നാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം. ഏതായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായും കുറേയേറെ പേർ രംഗത്ത് വന്നു. മാലാ പാർവതി അടക്കമുള്ള നടിമാരൊക്കെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ടാണ് രംഗത്ത് വന്നത്. ഇത് ഒരു തമാശയായി എടുക്കണമെന്ന രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞത്. ഷൈൻ അച്ചടക്കമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അയാൾ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ അഭിനയിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുമെന്ന തരത്തിലാണ് മാലാ പാർവതിയൊക്കെ പ്രസ്താവനകൾ പറഞ്ഞത്. ഏതായാലും ഷൈനിൻ്റെ ഫോണിൽ നിന്ന് ലഹരിമരുന്ന് ഇടപാടുകാരുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകളൊക്കെ ലഭിച്ചു കഴിഞ്ഞു. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇയാൾ മലയാള സിനിമയിൽ അത്ര ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളിലൂടെയാണ് ഇയാൾ ഇടം പിടിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ മോശം പെരുമാറ്റം ഇയാൾ നടത്തിയിട്ടുണ്ട്. യൂട്യൂബ് ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ ഈ വനിതാ അവതാരകരോട് ഇത്തരത്തിൽ മോശമായ രീതിയിലൊക്കെ പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ പ്രമോഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഷൈൻ ടോം ചാക്കോ എത്തുമ്പോൾ പലപ്പോഴും ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ചേഷ്ടകളൊക്കെ തന്നെ എല്ലാവരും യൂട്യൂബ് ചാനലുകളിലൂടെയൊക്കെ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഏതായാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മോശം പ്രവണത എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന നടന്മാരോടൊപ്പം അഭിനയിക്കാൻ നടിമാർ തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യചിഹ്നം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി പറഞ്ഞ നടിയെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. കാരണം ഈ നടിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വിൻസി അലോഷ്യസിന് ഇനി മറ്റ് അവസരങ്ങൾ സിനിമയിൽ ലഭിക്കാതിരുന്നാൽ സ്വാഭാവികമായും പിന്നീടുള്ള ഒരു സിനിമാ സെറ്റിൽ ഇത്തരത്തിൽ ഏതെങ്കിലും നടൻ്റെ ഭാഗത്തു നിന്നും മോശം അനുഭവങ്ങളൊക്കെ നടിമാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉണ്ടായാൽ പരാതിപ്പെടാൻ പോലും ഭയക്കും. കാരണം തങ്ങളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നം ഇവിടെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ ലോകമൊക്കെ തന്നെ ഇത്തരത്തിലുള്ളവരോടൊപ്പം നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. കാരണം സിനിമയിലെ ലഹരി പദാർത്ഥങ്ങൾ, അതായത് അസിസ്റ്റന്റുമാരൊക്കെ ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ആ പ്രവണതയ്ക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. സിനിമാ മന്ത്രി അടക്കം ഇക്കാര്യത്തിൽ കർശന നിലപാടുകൾ സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ അമ്മ പോലുള്ള സംഘടനകൾ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം കൂടുതൽ വ്യാപിക്കില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ആളാണ് ഇയാൾ. രാസലഹരി അടക്കം ഉപയോഗിച്ച് പിടിയിലായിട്ടുള്ള ആളാണ്. പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും സിനിമാ പ്രൊമോഷനും ഒക്കെ ഷൈൻ ടോം ചാക്കോ എത്തുമ്പോൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷമാണ് എത്തുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു സാഹചര്യത്തിൽ അമ്മ പോലുള്ള സംഘടനകൾ, അല്ലെങ്കിൽ ഫെഫ്ക, മാക്ട തുടങ്ങിയ സംഘടനകളൊക്കെ കർശനമായ നിലപാട്, ഇയാളെ ഇനി അഭിനയിപ്പിക്കില്ല എന്ന നിലപാടെടുത്താൽ ഒരുപക്ഷെ ഇയാൾ സിനിമയിൽ നിന്ന് പോവുകയോ അല്ലെങ്കിൽ നന്നായി വരികയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ
പലപ്പോഴും ഇവർക്ക് അനുകൂലമായ നിലപാടുകളാണ് സിനിമാ സംഘടനകൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തക കൂടിയായ നടിയാണ് മാലാ പാർവതി. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായ നിലപാടുകൾ അല്ലെങ്കിൽ വാക്കുകൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമായിട്ടുള്ള രീതികളാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം WCC പോലുള്ള സംഘടനകൾ സിനിമയിൽ സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ അതിൽ വന്നിട്ടുള്ള പാർവതി തെരുവോത്ത് അടക്കമുള്ള നടികൾക്ക് ഇപ്പോൾ സിനിമയിൽ അവസരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ അവസ്ഥ. ഹേമ കമ്മിറ്റി നിലവിൽ വന്നത് തന്നെ ഇത്തരത്തിൽ സിനിമാ രംഗത്തെ ചൂഷണങ്ങൾ, ലൈംഗിക ചൂഷണങ്ങൾ അടക്കം പരിഹരിക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി അല്ലെങ്കിൽ അതിൻ്റെ മൊഴികളെല്ലാം എടുത്ത ശേഷം അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ച് അതിൽ നിന്നും ഇത്തരത്തിലുള്ള ഇതിനെല്ലാം ഒരു അറുതി വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റിയെ അതിനെ ചുമതലപ്പെടുത്തിയത്. പക്ഷേ അത് ദീർഘകാലം പൂഴ്ത്തിവെക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. തുടർന്ന് മാധ്യമങ്ങളുടെ ശക്തമായ പോരാട്ടം അല്ലെങ്കിൽ എല്ലാവരും ശക്തമായി ഇതെവിടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എവിടെ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും അതിലെ പല പേജുകളും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പലരും അതിനകത്ത് രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പല പ്രമുഖ നടന്മാരുടെയും അല്ലെങ്കിൽ സംവിധായകരുടെയും ഒക്കെ തനിനിറം നമുക്ക് പുറത്ത് കാണാൻ കഴിഞ്ഞു. പലരും 5 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 10 വർഷങ്ങൾക്ക് മുമ്പുമൊക്കെ നടത്തിയ പീഡനങ്ങളുടെ വിവരങ്ങളടക്കം പുറത്തു വരുന്നു. പലരും അറസ്റ്റിലേക്ക് വരുന്നു, ജാമ്യം നേടാൻ ഓടുന്നു. അത്തരത്തിൽ വലിയ സംഭവ വികാസങ്ങൾ സിനിമയിൽ നടന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിനിമാ രംഗത്ത് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ അസഭ്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ന്യൂജൻ സിനിമകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ പുതിയ താരങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമകളാകുന്നു. അതുമാത്രമല്ല അവരുടെ സ്വഭാവം അക്കാര്യത്തിൽ സ്വഭാവ രൂപീകരണത്തിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് സെറ്റിലുള്ള മറ്റ് സ്ത്രീകളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ, അവരോടുള്ള ഇടപഴകൽ ഇതൊക്കെ തന്നെ ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണമാണ് വിൻസി ഇപ്പോൾ ഉന്നയിച്ച ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെയുള്ള പരാതി, അതിൻ്റെ ഭാഗമായുള്ള അറസ്റ്റ്. ഏതായാലും ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇനിയിപ്പോൾ ഏതായാലും ആക്റ്റിലെ, അതായത് NDPS ആക്റ്റിലെ 27, 29 വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 വർഷം വരെ, 6 മാസം മുതൽ 1 വർഷം വരെ തടവ് ലഭിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഞ്ചാവും മെത്താംഫെറ്റമിനും ഉപയോഗിക്കുമെന്ന് ഷൈൻ ടോം ചാക്കോ മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പിളുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നാളായി ഇത്തരത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതടക്കമുള്ള പരിശോധനകൾ നടത്തും. അതിൻ്റെ റിസൾട്ടുകൾ വരും. സ്വാഭാവികമായും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങളേറെ നിർണായകമാണ്. അത് മാത്രമല്ല, ഇനി സിനിമാ രംഗത്ത് ഷൈൻ ടോം ചാക്കോയ്ക്ക് അവസരങ്ങൾ ലഭിക്കുമോ അതോ കൂടുതൽ അയാളുടെ സ്റ്റാർ വാല്യൂ ഉയരുമോ എന്നുള്ളതൊക്കെയാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. എന്നിരുന്നാൽ കൂടിയും വിൻസി അലോഷ്യസ്മാർ ഇനിയും ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇനിയുള്ള ഇത്തരത്തിലുള്ള പരാതികൾ ആരും കേൾക്കാതെ ആരും അറിയാതെ ഇതിനുള്ളിൽ തന്നെ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതൊക്കെ നമുക്കൊരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും ഒരുപാട് നേരം, ഇന്നേറെക്കുറെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ 4 മണിക്കൂറിലധികം ചോദ്യം ചെയ്ത ശേഷമാണ് ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ളതുകൊണ്ട് ജാമ്യത്തിനായി ഷൈൻ ടോം ചാക്കോ സമീപിക്കുക. അതോടൊപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മാതാപിതാക്കളടക്കം തൻ്റെ മകനെ വേട്ടയാടുന്നുവെന്ന് അടക്കം പറയുകയുണ്ടായി. നിയമ പോരാട്ടങ്ങളിലൂടെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് പിതാവ് പറഞ്ഞു. തൻ്റെ മകനെ ദീർഘകാലമായി വേട്ടയാടുന്നുവെന്ന് ഷൈൻ ടോം ചാക്കോയുടെ അമ്മയും പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്തുണയുമായി ആരൊക്കെ രംഗത്ത് വരും, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിലപാട് ഏത് തരത്തിലായിരിക്കും, അതോടൊപ്പം സിനിമാ സംഘടനകൾ, അമ്മ അടക്കമുള്ള സംഘടനകൾ, ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ, അതോടൊപ്പം തന്നെ മാക്ട തുടങ്ങിയ ഒരുപാട് സംഘടനകളുണ്ട്. അതോടൊപ്പം തന്നെ സിനിമാ രംഗത്തുള്ള സാംസ്കാരിക നായകന്മാർ എന്ന് അവകാശപ്പെടുന്ന സിനിമാ രംഗത്തുള്ളവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തെ സമീപിക്കുക? അതോടൊപ്പം തന്നെ സിനിമാ രംഗത്ത് ഇനി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ മോശം അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ളത് വളരെ ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ എപ്പോഴും പറയുന്നുണ്ട്. മന്ത്രി സജി ചെറിയാൻ അടക്കം ഈ വിഷയത്തിലൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് മന്ത്രിമാരുമൊക്കെ ഇക്കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമാ ലോകത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് ഇനി ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾ കുറയാനാണോ സാധ്യത, അതോ ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോമാരെ
കൂടുതലായി ഉയർത്തുകയും അതുകൂടാതെ വലിയ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.